ഹായ് സ്റ്റുഡൻസ്, ഏവർക്കും ലോഗരിതമിക് ഡിഫറൻസിയേഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി നമ്മൾ ലോഗരിതമിക് ഡിഫറൻസിയേഷനകത്ത് അതുമായി ബന്ധപ്പെട്ട ചില പ്രോബ്ലംസ് ആണ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ ലോഗരിതത്തിൻ്റെ ഡെഫിനിഷനും ലോഗരിതത്തിൻ്റെ പ്രോപ്പർട്ടീസും ഒക്കെ പഠിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അത് ഒന്നും കൂടി ഒന്ന് പഠിച്ചോണം. കൂടാതെ നമുക്ക് ഇത്തവണ നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് നമുക്ക് ആവശ്യമായി വരുന്ന ഡിഫറൻസിയേഷൻ്റെ സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് അതിൻ്റെ പ്രൊഡക്റ്റ് റൂള്, കോഷ്യൻ്റ് റൂള്, ചെയിൻ റൂള്, ഈ 3 റൂളുകൾ നമുക്ക് ആവശ്യമുണ്ട്. പിന്നീട് നമ്മൾ ഡിഫറൻസിയേഷനകത്ത് നമ്മൾ പഠിച്ചത് ഡിഫറൻസിയേഷൻ ഓഫ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ പഠിച്ചു ചെയിൻ റൂളിന് ശേഷം. അതിനുശേഷം ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ഡിഫറൻസിയേഷനുമാണ് നമ്മൾ പഠിച്ചത്. അടുത്തത് നമ്മൾ ലോഗരിതമിക് ആണ്. ലോഗരിതമിക്കിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. ഇനി നമ്മൾ അത് ഉപയോഗിച്ചുള്ള പ്രോബ്ലമാണ്. അല്ലെങ്കിൽ 4 പ്രോബ്ലം കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിരുന്നു. നമ്മൾ 5ാമത്തെ പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. അതിനു മുമ്പ് നിങ്ങൾ വീഡിയോസ് ക്ലാസ്സുകൾ കൂടുമ്പോൾ ഈ ക്ലാസ്സുകളുടെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടാതെ ഈ ക്ലാസ്സുകൾ ഇതിനു മുൻപുള്ള ക്ലാസ്സുകൾ മുഴുവനും കൂടിയതിന് ശേഷമേ ഉള്ളൂ ഈ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാവുള്ളൂ. കാരണം ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളുടെ എല്ലാം കണ്ടിന്യൂവേഷനായിട്ട് തുടർച്ചയായിട്ടാണ് ഈ ക്ലാസ്സുകൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ക്ലാസ്സുകളെല്ലാം കൂടണം. ക്ലാസ്സുകളൊന്നും മിസ്സാകാതെ നന്നായിട്ട് കാണുവാനും കണ്ട് പഠിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ അടുത്ത ക്ലാസ്സുകളിലേക്ക് പോകാവൂ. ഓക്കെ, അപ്പോൾ ക്ലാസ്സുകൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി, നിങ്ങൾക്ക് മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ക്ലാസ്സുകളിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ മിസ്സാകാതിരിക്കും. അപ്പോൾ ഇനി നമ്മൾ 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇഫ് y is equal to x raised to sin x, നമ്മുടെ ഉദ്ദേശം ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാവുന്നതാണ്. ദെൻ ഫൈൻഡ് dy by dx. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. യെസ്, അപ്പോൾ മക്കളെ നോക്കിക്കേ, y is equal to x raised to sin x എന്നാണ്. നമുക്ക് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ്റെ എക്സ്പോണൻ്റ് ആയിട്ട് വേറൊരു ഫംഗ്ഷൻ കയറി വന്നാൽ നമുക്കതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മണ്ടക്കിരിക്കുന്ന ഈ സൈൻ എക്സിനെ താഴെ ഇറക്കണം. അതിനുവേണ്ടി നമുക്ക് ചെയ്യാവുന്നതാണ്, നമുക്ക് ലോഗരിതം എടുത്തു കഴിഞ്ഞാൽ ഈ മണ്ടക്കിരിക്കുന്ന സൈൻ എക്സ് എന്ത് വരും, താഴോട്ട് പോരും. അപ്പോൾ നമുക്ക് മണ്ടേ നമ്മൾ താഴെ ചാടിക്കാം. ഇപ്പം എന്ത് ചെയ്താൽ മതി, ടേക്ക് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. ടേക്ക് ലോഗരിതം ഓൺ ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. ഈ ലോഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു, ലോഗരിതം ഈസ് ഓൾവേസ് ഇൻ ദിസ് സെക്ഷൻ വി ഹാവ് ടു ടേക്ക് ദി ലോഗരിതം ഓഫ് ബേസ് ഇ, മീൻസ് നാച്ചുറൽ ലോഗ്. വി ഹാവ് ടു ടേക്ക് ഓൺലി നാച്ചുറൽ ലോഗരിതം. Okay, so what happens to y is equal to x raised to sin x when we take logarithm? So that becomes log y, right? Log y is equal to, we know a formula, a logarithm of a raised to b is equal to b times logarithm of a, right? Okay, so we are going to apply that property here. What is that? So when we take logarithm, sin x into sin x times logarithm of x, അതായത് ഈ മുകളിലുള്ള സൈൻ എക്സ് താഴോട്ട് പോരും, പിന്നെ ബാക്കിയുള്ളിടത്ത് ലോഗരിതം വരും. ഇപ്പോൾ ഇതൊരു പവർ ഇല്ലാത്തൊരു ഫംഗ്ഷനായി മാറി. ഇനി നമുക്കിതിനെ നേരിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സോ ഡിഫറൻഷിയേറ്റിംഗ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇതിപ്പോൾ ഒരു ഇംപ്ലിസിറ്റ് ഫോമുല കിടക്കുന്നത്, ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ്റെ ഫോമുല കിടക്കുന്നത്. ഇതിന് നേരെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം? ലോഗ് വൈ ഡെറിവേറ്റീവ് ഈസ് 1/y. ലോഗിൻ്റെ ഡെറിവേറ്റീവ് എന്താ മക്കളെ? 1/y. സോ 1/y ഇൻറ്റു dy by dx is equal to, so logarithm log in the derivative 1 then y the derivative dy by dx. Here look here, sin x into log x. Sin x is a function, log x is another function. That means it is the product of two functions. So in order to differentiate this, we have to take logarithm on both sides. So first function, that is sin x into, what is logarithm of x? Logarithm of x is 1/x plus log x into the product rule, first into derivative of the second plus second into derivative of sin x, that is cos x. Okay, so our aim is to find dy by dx. So what is dy by dx? So dy by dx is equal to, cross multiply, this y becomes y goes to the numerator, so y times, this is sin x, already 1/x is there, so sin x by x plus log x into cos x. Okay, if you want you can replace this y by x raised to sin x. So that's the final answer, x raised to sin x times sin x by x plus
log x into cos x, right? So this is the answer. So x raised to sin x into sin x by x plus cos x into log x or log x into cos x, both are the same. Okay, അപ്പോൾ ഇത് നമ്മുടെ ഈ ലോഗറിതത്തിന്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയിൻ റൂളിന്റെ അതേ മീൻസ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ആണ് നമ്മൾ വരുന്നത്. അത് ഉപയോഗിച്ച് നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് ചെയിൻ റൂളും കൂടെ ചിലപ്പോൾ അപ്ലൈ ചെയ്യേണ്ടി വരും. അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടൊരു സാധനമല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആർ യു റെഡി? ഓക്കെ, സോ റെഡി ടു ടേക്ക് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, ഹിയർ ഈസ് യുവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 6. Okay, here is the sixth one. Y is equal to log x all raised to cos x. Okay, so we want to find dy by dx. നമുക്ക് ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം മക്കളെ? മേളിലിരിക്കുന്ന cos x നെ താഴെ ചാടിക്കണം. അതിനെന്ത് ചെയ്താൽ മതി? ലോഗരിതം എടുത്താൽ മതി. So take log on both sides. So take logarithm on log on both sides. നമ്മൾ രണ്ട് സൈഡിലും ലോഗരിതം എടുക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? y ഇവിടെ ലോഗരിതം എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? log y എന്ന് വരും. log y is equal to logarithm എടുക്കുമ്പോൾ again we are going to apply this property, logarithm of a raised to b is equal to b times log a. So that is the property. So when we take logarithm, this cos x will come down. So cos x times cos x into, then you have to take log of log x. അതായത് ഇത്രയും ഓർത്താൽ മതി മക്കളെ. ഈ മേളിൽ ഒളിക്കുന്നത് താഴോട്ട് പോരും cos x, പിന്നെ ഒരു ലോഗരിതം ഇവിടെ കിടക്കുന്ന എന്ത് ഫംഗ്ഷൻ വന്നോ അതിന്റെ മുമ്പിൽ ഒരു ലോഗ് അപ്ലൈ ചെയ്യാം, log x. ആക്ച്വലി നമ്മൾ ഇതാണ് നമ്മുടെ ഫോർമുല, ഇതാണ് നമ്മൾ ചെയ്യുന്ന ടെക്നിക്കൽ പ്രാക്ടിക്കൽ മെത്തേഡ്, നമ്മൾ ഇതാണ് ഇവിടെ ചെയ്യുന്ന പരിപാടി. ഓക്കെ, ഇനിയിപ്പോൾ ഇത് നമുക്ക് ലീനിയർ ഫോർമുല ആയി. ഇനി നമുക്ക് ഇവിടെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. So okay, so we are going to differentiating both sides with respect to x. Log y. What is the derivative of log? 1 by y. So 1 by y into derivative y is dy by dx is equal to, it is here cos x is one function, log x is another function. So that means it is the product of two functions. So in order to differentiate that, we have to apply product rule. So what is the product rule? First into, so cos x into logarithm of log x. What is the derivative of log x? So logarithm of log x. Okay, so first e log into derivative 1 by log x into, അപ്പോൾ ഈ ലോഗിന്റെ ഡെറിവേറ്റീവ് കഴിഞ്ഞു. ഇനി ഈ ലോഗിന്റെ ഡെറിവേറ്റീവ് log x ന്റെ ഡെറിവേറ്റീവ് 1 by x. ഓക്കെ, പ്രൊഡക്റ്റ് റൂൾ പ്ലസ് തിരിച്ച് log x into മക്കളെ log x സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് cos x. What is derivative of log cos x? It's minus sin x. ഓക്കെ, അപ്പോൾ ഇനി നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുത്താൽ മതി. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. യെസ്, സോ ഇറ്റ് ഈസ് dy by dx is equal to, യെസ് dy by dx is equal to, അത് മാത്രം ഇവിടെ നിൽക്കട്ടെ, dy by dx മാത്രം ഇവിടെ നിർത്തുന്നു, is equal to y ഇപ്പുറത്തേക്ക് പോയി. സോ y ടൈംസ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് cos x ഇവിടെ ഉണ്ട്, ഓൾറെഡി ഉണ്ട്, പിന്നെ ഡിനോമിനേറ്റർ ഒക്കെ ഉണ്ട്, x ഉണ്ട്, log x ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? x ടൈംസ് log x, റൈറ്റ്? പ്ലസ് ഈ x ഉണ്ട്, log x ഉണ്ട്, ഇവിടെ ഉണ്ട്, cos x ന്യൂമറേറ്ററിലുണ്ട്. ഇവിടെ ആക്ച്വലി നമുക്ക് എന്ത് എഴുതാൻ മതിയാവും? ഇവിടെ ഒരു മൈനസ് കിടപ്പുണ്ട്. കാരണം എന്താ നോക്കി, ഇവിടെ നമ്മൾ കോസിന്റെ ഡെറിവേറ്റീവ് എഴുതുമ്പോൾ നമുക്ക് മൈനസ് സൈൻ എക്സ് കിടപ്പുണ്ട്. അപ്പോൾ ഈ മൈനസ് സൈൻ എക്സിന്റെ മൈനസ് നമുക്ക് ഈ നടുക്കോട്ട് കൊണ്ടുവരാം. അപ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. ഓക്കെ, സോ ഇറ്റ് ഈസ് മൈനസ് സൈൻ എക്സ് ആദ്യം എഴുതിയേക്കാം, സൈൻ എക്സ് ഇൻറ്റു ലോഗ് എക്സ്, ലോഗ് എക്സ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. സോ y നമുക്ക് ഈ y നമുക്ക് റീപ്ലേസ് ചെയ്യാം. y എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മുടെ log x all raised to cos x എന്നായിരുന്നല്ലോ നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ അത് നമുക്ക് തിരിച്ചു കൊടുക്കാം, log x all raised to cos x into cos x by cos x by x log x. ബാക്കിയുള്ളത് പോലെ എഴുതിയാൽ മതി, cos x by x log x minus sin x into log x. Okay, so that's the final answer.
അപ്പോൾ ഇവിടെയെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എടുക്കുന്ന ലോഗരിതത്തിൻ്റെ എല്ലാം ബേസ് എന്തായിരിക്കും? ബേസ് ഇ മീൻസ് നാച്ചുറൽ ലോഗരിതം ആയിരിക്കും. ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. ഓക്കെ, നമ്മുടെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. y is equal to x raised to log x, then find dy by dx. അപ്പോൾ ഇവിടെ മക്കളെ നോക്കിക്കേ, ഇവിടെ ഒരു ഫംഗ്ഷന്റെ മണ്ടയ്ക്ക് log x കയറിയിരിക്കുക. അപ്പോൾ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ അവനെ താഴെ ഇറക്കണം. താഴെ ഇറക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ലോഗരിതം ഇവിടെ എടുക്കണം. സോ ടേക്ക് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. യെസ്, വെരി ഗുഡ്. ടേക്ക് ലോഗരിതം ഓൺ ബോത്ത് സൈഡ്സ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും നോക്കുക. ലോഗരിതം എന്ത് സംഭവിക്കും? ഇവിടെ ലോഗ് y എന്നാവും. സോ ലോഗ് y ഈസ് ഈക്വൽ ടു, ഇവിടെ ഇത് താഴോട്ട് പോരും അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോപ്പർട്ടി ലോഗരിതം ഓഫ് a raised to b ഈസ് ഈക്വൽ ടു b ടൈംസ് log a. സോ അത് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? log x താഴോട്ട് പോരും. log x ഇൻറ്റു ഇനി ഉള്ളിടത്തൊരു ലോഗരിതം അപ്ലൈ ചെയ്യണം. സോ ലോഗ് ഓഫ് x എന്നാണ് വെച്ചത്. അപ്പോൾ ഇത് log x ഇൻറ്റു log x എന്നാവും. അപ്പോൾ ഇവിടെ നമുക്ക് log x ന്റെ സ്ക്വയർ എന്ന് വേണം എഴുതാം. സോ log y ഈസ് ഈക്വൽ ടു log x ന്റെ സ്ക്വയർ, ബിക്കോസ് log x into log x is log x into log x into log x is log x into square. Okay, so differentiating both sides with respect to x. Okay, log derivative എന്ത് വരും? 1 by y. So 1 by y into log derivative 1 by y into derivative y is dy by dx. Okay, got it? So what is the derivative എന്ന് വരും? log y, log ന്റെ derivative 1 by y into y യുടെ derivative dy by dx is equal to, ഇവിടെ സംതിങ്ങിന്റെ സ്ക്വയർ ആണ്. സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? x സ്ക്വയർ ആണെങ്കിൽ ഡെറിവേറ്റീവ് എന്താ വരിക? 2x എന്ന് വരും. സോ 2 ടൈംസ് log x. ചെയിൻ റൂൾ ആണ്. log x ന്റെ സ്ക്വയർ വരുമ്പോൾ ആ സ്ക്വയറിന്റെ ആദ്യം 2 log x into derivative log x is 1 by x. So what is dy by dx? നമ്മുടെ ഉദ്ദേശം dy by dx കണ്ടുപിടിക്കുക. So dy by dx is equal to y ക്രോസ് ചെയ്യുമ്പോൾ മുകളിലോട്ട് വരും. So y times 2 log x by x. ഓക്കെ, നമുക്ക് ഇങ്ങനെയാണെങ്കിൽ y നെ റീപ്ലേസ് ചെയ്യാം. y യുടെ വാല്യൂ നമുക്ക് കൊടുത്തേക്കാം. കാരണം കംപ്ലീറ്റ് നമ്മൾ എക്സിലാണല്ലോ റെപ്രസെന്റ് ചെയ്തത്, അതുകൊണ്ടാണ് x raised to log x into 2 log x by x. That's answer. അപ്പോൾ നമുക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ, ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല. ഇപ്പോൾ നമ്മൾ ലോഗർ എടുത്ത് കഴിയുമ്പോൾ log x into log x എന്നാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം ഇവിടെ log x into log x ആണ്. രണ്ട് ഫംഗ്ഷന്റെ പ്രോഡക്റ്റ് ആണ്. രണ്ട് ഫംഗ്ഷന്റെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്ത് ചെയ്യാം. അതിനും കുഴപ്പമൊന്നുമില്ല. യു വിൽ ഗെറ്റ് ദ സെയിം ആൻസർ ഓൾസോ. അപ്പോഴും നമുക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് നമ്മുടെ ബേസിക് റൂളിൽ നിന്ന് വിട്ടു പോകാതിരുന്നാൽ മാത്രം. അപ്പോൾ മക്കളെ ഇത് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ അപ്പോൾ നമ്മുടെ അടുത്ത എട്ടാമത്തെ ക്വസ്റ്റിനിലേക്ക് പോകാം. ഇതാ നിങ്ങളുടെ ക്വസ്റ്റ്യൻ നമ്പർ 8. യെസ്, ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ. y is equal to x raised to sin x plus cos x, then find dy by dx. ഓക്കെ, കണ്ടുപിടിക്കണം. യെസ്, അഗെയിൻ എന്ത് ചെയ്യണം? ഇവിടെ മണ്ടയ്ക്ക് sin x plus cos x മണ്ടയ്ക്ക് കയറിയിരിക്കുക. അവനെ പിടിച്ച് താഴെങ്കിൽ എന്ത് ചെയ്യണം? ലോഗർ എടുക്കണം. സോ ടേക്ക് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ്? log y is equal to, അപ്പോൾ എന്ത് സംഭവിക്കും? മണ്ടയ്ക്കിരിക്കുന്ന sin x plus cos x താഴോട്ട് പോരും. താഴോട്ട് പോരട്ടെ. sin x plus cos x താഴോട്ട് പോകുന്നു. ഇൻറ്റു ഇനി എന്ത് സംഭവിക്കും? ഇവിടെ ലോഗർ അപ്ലൈ ചെയ്യണം. സോ ലോഗരിതം ഓഫ് ആരുടെ? x ഉണ്ട്. വന്നു കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിപ്പോൾ താഴെയാണ്. log y is equal to ഇങ്ങനെ വന്നു. ഇനി എന്ത് ചെയ്യണം? നമ്മുടെ ഉദ്ദേശം എന്താണ്? dy by dx കണ്ടുപിടിക്കുക. അതിനോട് എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റിംഗ് both sides with respect to x. Okay, are you ready for the differentiation? Yes, log y derivative is log 1 by y into derivative y is dy by dx is equal to, here look at these terms, sin x plus cos x, that is inside the bracket. So that is a single, you can treat this as a single term, sin x plus cos x, together with the next term, that is log x.
So this is first term, this is the second term. So in order to differentiate that, we have to apply product rule. Yes. What is product rule? First into sin x plus cos x into derivative of log x. What is derivative of log x? 1 by x. Yes, very good. Plus second, like second into, so log x into derivative of sin x plus cos x, the term inside the bracket. The derivative of the term inside the bracket. Sin x, derivative is what? Cos x. Right, plus cos x, derivative is minus sin x. So that becomes minus sin x. Okay. So the answer, so what is dy by dx? Dy by dx is equal to y times, this is sin x plus cos x by x, sin x plus cos x all divided by x. If you want, you can put a bracket here. So sin x plus cos x divided by x plus log x then, or cos x minus sin x, cos x minus sin x times log x. If you want, you can replace this y by what? This one. This is our y. X raised to sin x plus cos x. We can replace. And so that will give the final answer. So dy by dx is equal to x raised to sin x plus cos x times sin x plus cos x by x plus cos x minus sin x into log x. Okay. Got the question? Okay. Very good. Okay. And let us move to the next one. Okay, this is our question number 9. Look here, this is another form. Y raised to x is equal to x raised to y. See, in the last problem, we have one side one function function ഇവിടെ അങ്ങനെയല്ല, ഇവിടെ രണ്ട് സൈഡിലും ഫംഗ്ഷന്റെ മണ്ടയ്ക്ക് വേറൊരു ഫംഗ്ഷൻ കയറിയിരിക്കുക. അതൊന്നും നമ്മുടെ ഒരു പ്രശ്നമേ അല്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി? ടേക്ക് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. ടേക്ക് ലോഗരിതം. ടേക്ക് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡിൽ ലോഗർ എടുക്കുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? ഇവിടെ മണ്ടയിൽ ഇരിക്കുന്ന പാട്ട് താഴോട്ട് പോരും അല്ലേ? സോ എക്സ് ഇൻറ്റു ലോഗ് വൈ ഇസ് ഈക്വൽ ടു, ഇവിടെ മണ്ടയ്ക്ക് ഇരിക്കുന്ന വൈ താഴോട്ട് പോരും. സോ വൈ ഇൻറ്റു ലോഗ് എക്സ്. മക്കളെ, നമ്മൾ എന്താ ചെയ്തത്? ലോഗരിതം ഓഫ് എ റേസ് ടു ബിയുടെ ഫോർമുല എന്താണ്? ബി ടൈംസ് ലോഗരിതം ഓഫ് എ. നമ്മൾ ഈ പ്രോപ്പർട്ടിയാണ് ഇതിനകത്ത് ത്രൂ ഔട്ട് നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ടൈംസ് ലോഗ് വൈ എന്ന് വരും, ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ വൈ ടൈംസ് ലോഗ് എക്സ് എന്ന് വരും. യെസ്. ഇനി എന്ത് ചെയ്താൽ മതി? ഡിഫറൻഷിയേറ്റിംഗ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പൊ എന്ത് കിട്ടും? ഡിഫറൻഷിയേറ്റിംഗ്. ഇവിടെ എക്സ് ഇൻറ്റു ലോഗ് വൈ ആണ്. അപ്പൊ രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. എക്സ് ഒരു ഫംഗ്ഷൻ, ലോഗ് വൈ അടുത്ത ഫംഗ്ഷൻ. ഇവിടെയും അതുപോലെ തന്നെയാണ്. വൈ ഒരു ഫംഗ്ഷൻ, ലോഗ് എക്സ് അടുത്ത ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ഇൻറ്റു എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ലോഗ് 1 by y into y derivative dy by dx. Okay, x into derivative log 1 by into derivative y dy by dx plus product rule plus തിരിച്ച് log y into derivative of x with respect to x, that is 1. Okay, that part is over. Now let us move to the right side. Differentiating right side, what happened? Again we have to apply product rule. First into y into derivative log x 1 by x plus log x times derivative y, that is nothing but dy by dx. Okay, what is our aim? Our aim to find the dy by dx. So for that we have to collect the terms of dy by dx. One dy by dx is here and another one is here, so we have to collect that terms together. ഓക്കെ, നമുക്ക് എല്ലാത്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ എന്ത് സംഭവിക്കും? ഇവിടെ എക്സ് ഓവർ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്, അത് ഇപ്പറേ വരുമ്പോൾ മൈനസ് ആവും. മൈനസ് ലോഗ് എക്സ് ടൈംസ് ഡി വൈ ബൈ ഡി എക്സ്. ഓക്കെ, ഇസ് ഈക്വൽ ടു വൈ ഓവർ എക്സ് ഈസ് ഓൾറെഡി ഹിയർ. Now we can shift this term to the other side. So minus log y. Okay, watch carefully. Then you can see that dy by dx is a common term, so we can take it out. Dy by dx times, so we have to take dy by dx outside times what is left? X over y minus log x is equal to y by x minus log y, right? So dy by dx is equal to dy by dx is equal to y by x minus log y
divided by x by y minus log x. ഇത് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്തേക്കാം. y മൈനസ് എക്സ് ലോഗ് y ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യണമെന്നേ ഉള്ളൂ. ഡിവൈഡഡ് ബൈ എക്സ് ഓൾ ഓവർ എക്സ് മൈനസ് y ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ y. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാമല്ലോ. എങ്ങനെ ചെയ്യാം? ഒന്ന് മറിച്ചിട്ട് കുടിക്കാം അല്ലേ? റെസിപ്രോക്കൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? y മൈനസ് എക്സ് ലോഗ് y, അത് ന്യൂമറേറ്ററിലുണ്ട്, y x ആണ്. ഇത് തിരിച്ചിരുമ്പോൾ ഇത് y മുകളിൽ വരും, x മൈനസ് y ലോഗ് x. ഓക്കെ, നമുക്ക് ഒന്നൊരു ഭംഗിയാക്കിയേക്കാം. കുറച്ചും കൂടെ y മേളിലുണ്ട്, x താഴെയുണ്ട്, അത് അടുപ്പിച്ചെടുക്കട്ടെ. ദെൻ y മൈനസ് എക്സ് ലോഗ് y, അവനെ നമുക്ക് ഒരുമിച്ച് എഴുതാം. y മൈനസ് എക്സ് ലോഗ് y താഴെ x മൈനസ് y ലോഗ് x. ഇപ്പൊ കാണാൻ ഭംഗിയായില്ലേ? സോ ദിസ് ഈസ് dy by dx. ഓക്കെ, ഗോട്ട് ഇറ്റ്. അപ്പൊ രണ്ട് സൈഡിലും ഉണ്ടെങ്കിൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. രണ്ട് സൈഡിലും എന്തായാലും നമ്മൾ ലോഗർ എടുക്കുന്നുണ്ട്. അപ്പോൾ ലോഗരത്തിന്റെ പ്രോപ്പർട്ടി രണ്ട് സൈഡിലും അപ്ലൈ ചെയ്ത് പോയാൽ മതി. അപ്പോൾ ഓക്കെ, ഇത് മനസ്സിലായിക്കാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇഫ് യു പ്രാക്ടീസ് മോർ ആൻഡ് മോർ, then you will become more and more perfect. Okay, so let us move on to the next one. Yes, here is our 10th question. Sin y all raised to x is equal to if sin y all raised to x is equal to cos x all raised to phi, then find dy by dx. That is the question. Find dy by dx. മക്കളെ ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോളൂ. dy by dx. യെസ്, ഇവിടെ നമുക്കറിയാം ഒരു ഫംഗ്ഷന്റെ മണ്ടയ്ക്ക് എക്സും മറ്റേ റൈറ്റ് ഹാൻഡ് സൈഡിൽ മണ്ടയ്ക്ക് വൈയും കയറിയിരിക്കുകയാണ്. ഇവരെ രണ്ടിനെയും പിടിച്ച് താഴെ ഇറക്കണം. താഴെ ഇറക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ലോഗർ എടുക്കണം. സോ വി ആർ ഗോയിങ് ടു ടേക്ക് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. Take log on both sides. Take log on both sides. Okay. So what happens when we take logarithm on the left side? The mandakku irikkunna x താഴോട്ട് വരും. So x times logarithm of sin y. Right? x താഴെ പോകുന്നു, logarithm അപ്ലൈ ചെയ്തു, equal to ഇവിടെ y താഴെ പോരും, logarithm അപ്ലൈ ചെയ്യും, log cos x. Okay. So x ഒരു ഫംഗ്ഷൻ, ലോഗ് സൈൻ y അടുത്ത ഫംഗ്ഷൻ, ഇവിടെ y ഒരു ഫംഗ്ഷൻ, ലോഗ് cos x അടുത്ത ഫംഗ്ഷൻ. സോ എന്ത് ചെയ്യണം ഇനി? ഡിഫറൻഷിയേറ്റിംഗ് both sides with respect to x. ഓക്കെ, ഇവിടെ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യണം. x ഒരു ഫംഗ്ഷൻ, സോ x ഇൻറ്റു ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ലോഗ് 1 by sin y ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ലോഗരിതമത്തിന്റെ ഡെറിവേറ്റീവ് കഴിഞ്ഞു. sin y ഡെറിവേറ്റീവ് ഈസ് cos y, സൈൻ്റെ കഴിഞ്ഞു. ഇനി ഡെറിവേറ്റീവ് y, that is dy by dx. Product rule plus once again x first into derivative of log 1 by derivative of sin cos derivative of y dy by dx plus തിരിച്ച് log sin y into derivative of x, that is 1 is equal to. Now similarly we can apply product rule in the right side. So what is the product rule? First into y into derivative of log cos 1 by cos x into logarithm derivative is 1 by into derivative of cos x is minus sin x plus ഒന്നും കൂടെ പറയാം. ഫസ്റ്റ് ഇൻറ്റു y ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ലോഗ് 1 by cos ഇൻറ്റു ഡെറിവേറ്റീവ് cos is minus sin പ്ലസ് log cos x ഇൻറ്റു log cos x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് y, that is dy by dx. റൈറ്റ്? ഓക്കെ, നമ്മുടെ ഉദ്ദേശം dy by dx. സോ അവരെ കളക്ട് ചെയ്യാം. dy by dxന്റെ ഒരു ടൈം ഇവിടെയുണ്ട്, ഒരു ടൈം ഇവിടെയുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനെ രണ്ടിനെയും കൂടെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. മറ്റൊന്നിനും അല്ല, ഇവിടെ ഒരു മൈനസ് ഉള്ളതുകൊണ്ട് അതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ പ്ലസ് ആയിക്കൊള്ളല്ലോ, അതിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ടൈം എഴുതാം. ഈ ലോഗ് സൈൻ വൈ ഇവിടെ ഉണ്ട്. സോ ലോഗ് സൈൻ വൈ ഇൻറ്റു ഈ ടൈം അതവിടെ ഉണ്ട്. ഇത് ഇപ്പറേ വരും, അപ്പോൾ അത് മൈനസ് പ്ലസ് ആവും. y ഇൻറ്റു ഇവിടെ സൈൻ ബി കോസ് എന്നുള്ള നമുക്ക് അറിയാമല്ലോ, ടാൻ അല്ലേ, ഇസ് ഈക്വൽ. അപ്പോൾ ഈ ടൈമിനെ നമ്മൾ ഇപ്പുറത്തേക്ക് ചാടിച്ചു. ഈ ടൈം ഇനി ഇവിടെ ഒരു dy by dxന്റെ ലോഗ് കോസ് എക്സ് ഉണ്ട്.
രണ്ടിനകത്ത് നമുക്ക് dy by dx കോമൺ കൊണ്ട് എടുത്ത് പോന്നേക്കാം. log cos x ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇനി ഇത് അപ്പുറത്തേക്ക് പോകും. അപ്പോൾ അത് മൈനസ് ആവും. മൈനസ് എക്സ് cos y by sin y. cos by sin is cot. നമുക്ക് ഒരുമിച്ച് എഴുതാം. സോ cot y. ഒന്നുകൂടെ പറയാം മക്കളെ, ഒന്നും കൂടെ ശ്രദ്ധിച്ചോളൂ. നമ്മൾ ഇവിടെ അതിൻ്റെ ലോഗരിതം എടുത്ത് അതിനുശേഷം അതിൻ്റെ ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഇത് കഴിഞ്ഞപ്പോഴത്തേക്കുള്ള ടേം ഇങ്ങനെ കിട്ടി. നമ്മൾ ഇവിടെ ഒരു എക്സ് ഇൻറ്റു കോസ് ബൈ സൈൻ കോട്ട് ഉണ്ട്. ആ എക്സ് കോട്ട് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡിക്സിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ അത് മൈനസ് ആവും. മൈനസ് എക്സ് കോട്ട് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡിക്സ്. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു ലോഗ് കോസ് എക്സും ഉണ്ട്. അത് രണ്ടിനകത്ത് നമ്മൾ ഡി വൈ ബൈ ഡിക്സ് പുറത്തെടുത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി ഇവിടെ ഒരു വൈ ഉണ്ട്. മൈനസ് വൈ സൈൻ ബൈ കോസ് ടാൻ ആണ്. അത് ഇപ്പുറം വരുമ്പോൾ പ്ലസ് വൈ ടാൻ എക്സ് ആവും. ഇവിടെ ഓൾറെഡി ലോഗ് സൈൻ വൈ ഉണ്ട്. ഇനി നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കുക. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് മാത്രം ഇവിടെ നിർത്തുക. ഡി വൈ ബൈ ഡി എക്സ് മാത്രം ഇവിടെ നിർത്തിയേക്കാം. ഡി വൈ ബൈ ഡി എക്സ് മാത്രം ഇവിടെ നിൽക്കട്ടെ. ഇവനെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ലോഗ് സൈൻ വൈ ഓൾറെഡി ഉണ്ട് പ്ലസ് y tan x. ഓക്കെ, ഓൾ ഡിവൈഡഡ് ബൈ ഇതിനെ നമ്മൾ താഴോട്ട് വരും. അപ്പം എന്താവും? ലോഗ് കോസ് എക്സ് മൈനസ് എക്സ് കോട്ട് വൈ. ദിസ് ഈസ് അവർ ഡി വൈ ബൈ എക്സ്. ദിസ് ഈസ് ഡി വൈ ബൈ എക്സ്. ഓക്കെ, അപ്പോൾ നമ്മളെ പറഞ്ഞോ വേണ്ട, ഇത് നമുക്ക് ഓൾറെഡി സിംപ്ലിഫൈ ചെയ്തതാണ്. ഇനി ഇത് കളക്ട് ചെയ്യുന്നേ ഉള്ളൂ. ഈ ലോഗ് കോസ് എക്സ് മൈനസ് എക്സ് കോട്ട് വൈ താഴോട്ട് വരും. ലോഗ് കോസ് എക്സ് മൈനസ് എക്സ് കോട്ട് വൈ ഡി വൈ ബൈ ഡി എക്സ് ഇവിടെ ഉണ്ട്. ബാക്കി ന്യൂമറേറ്റർ അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് എന്താ പറയുക, ഇത്തിരി ലെന്തി ആണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുമായിരിക്കാം. പക്ഷേ ലെന്തി ഒന്നുമല്ല. നമ്മൾ ആ റൂൾ അങ്ങ് അപ്ലൈ ചെയ്ത് അങ്ങ് പോയാൽ മതി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. നമുക്ക് ഇത്തരത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്യാം. എനിക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. സോ ലെറ്റ്സ് ഹാവ് അനദർ വൺ. അപ്പോൾ മക്കളെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 11. cos x if cos x all raised to y, if cos x all raised to y is equal to cos y all raised to x, then find dy by dx. പക്ഷേ മെത്തേഡ് എല്ലാം സെയിം തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യണം? ടേക്ക് ലോഗരിതം ഓൺ ബോത്ത് സൈഡ്സ്. ടേക്ക് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. ഓക്കെ, രണ്ട് സൈഡിൽ നമ്മൾ ലോഗർ എടുക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? ലോഗറിന്റെ പ്രോപ്പർട്ടി ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാലേ ഇപ്പോൾ y ലോഗ് യെസ് കോസ് എക്സ്. ഓക്കെ, ഈക്വൽ ടു ഇവിടുന്ന് എക്സ് താഴോട്ട് വരും. എക്സ് ടൈംസ് ലോഗരിതം ഓഫ് കോസ് വൈ. ഓക്കെ, ഇനി വളരെ സിമ്പിളാണ്. ഡിഫറൻഷിയേറ്റിംഗ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഓക്കെ, ആർ യു റെഡി ടു ഡിഫറൻഷിയേറ്റ്? Okay, so in order to differentiate, we have to apply product rule because it is the product of two functions y and log cos x. So product rule, first into derivative of log, that is 1 by cos into, so derivative logarithm is over. Now derivative of cos derivative is minus sin, so it is minus sin x. So y into derivative of log derivative is 1 by, so 1 by cos into derivative cos x is sin x. Okay, now first into derivative the second plus product rule plus log cos x second into derivative of y, that is dy by dx, right? Yes, it's equal. So this part is over. Now to the right side we have to apply product rule here also. So first into x into derivative of log 1 by cos y into derivative of cos minus sin y into derivative of y is dy by dx. X times log derivative is 1 by cos, derivative of cos is minus sin into derivative of y is dy by dx. Product rule plus log cos y second into derivative of x, that's 1. Now we have to collect the terms of dy by dx together. So one dy by dx is here, minus of another term containing dy by dx here. So we can shift this term to the left side. So and simultaneously we can shift this term to the right side also. So here
log cos x into dy by x. If you take dy by dx outside, we can see that dy by dx times log cos x. Okay, this is the term. Now we can shift this term to this side, so that minus becomes, when we shift that term to the left side, that becomes plus. Look here, my dear students, look here, x is already here. Now sin by cos, what is sin by cos? Tan, so tan y. So actually it is x into minus tan y. When we shift that term to this side, this becomes plus. So x tan y times dy by dx, that is already there. So equal. Now look here log cos y is here. Log cos y times into 1, so it's okay. Now we shift this term to the right side. So there is a minus. So when we shift that term to the right side, that becomes plus y times sin by cos is tan. Okay. Now we can find dy by dx. So what is dy by dx? So dy by dx is equal to log cos y plus y tan x, okay, over this time log cos x plus x tan y. So that is the answer. Okay, log cos y plus y tan x divided by log cos x plus x tan y. Okay, got the question? ഓക്കെ മക്കളെ, അപ്പോൾ നിങ്ങൾക്ക് ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയും നമുക്ക് ഇതിൻ്റെ കൂടുതൽ വെറൈറ്റി ക്വസ്റ്റ്യൻസുമായി അടുത്ത ഒരു എപ്പിസോഡിലേക്ക് നമുക്ക് കാത്തിരിക്കാം. അടുത്ത എപ്പിസോഡ് കാണുക. അപ്പോൾ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് നമുക്ക് വീണ്ടും ചെയ്യാം. അപ്പോൾ റിമെമ്പർ വൺ തിങ്, differentiation is very simple if you know the standard results together with the 3 rules: product rule, quotient rule and chain rule. ഇത് മൂന്നും നമുക്ക് അറിയാമെങ്കിൽ, പ്രൊഡക്റ്റ് റൂൾ, ക്വസ്റ്റ്യൻ റൂൾ, ചെയിൻ റൂളും സ്റ്റാൻഡേർഡ് റിസൾട്ടും അറിയാമെങ്കിൽ, ഈ ഡിഫറൻസിയേഷൻ എന്നുള്ള ചാപ്റ്റർ ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഈ സിംപ്ലിസിറ്റി വീണ്ടും നമുക്ക് എൻജോയ് ചെയ്യാം അടുത്ത എപ്പിസോഡിൽ വരെ. അതുവരേക്കും നമുക്ക് കാത്തിരിക്കാം. സോ ടിൽ ദെൻ, ഗുഡ് ബൈ, ടേക്ക് കെയർ. ഓക്കെ, താങ്ക് യു.